الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت. صدق الله مولانا العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇറാനിലേക്കുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം നിലനിർത്തുമാറാകട്ടെ. യുദ്ധഭീതി ഒഴിവായി ലോകത്തൊരു സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പടച്ചതമ്പുരാൻ എത്തിക്കുമാറാകട്ടെ. ഇസ്രായേലിനെ അമേരിക്ക അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികൾ, നമ്മൾ ഒരു മുസ്ലിമിന്റെ കുടുംബം എന്ന വിഷയത്തിലെ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളും മറ്റുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനിയൊരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ വിവാഹം ശരിയാകാൻ അനിവാര്യമാണ്. 3 കാര്യങ്ങൾ വിവാഹത്തിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യവുമാണ്. ഇത് നിക്കാഹിനെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതാവസാനം വരെയുള്ള തന്റെ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന ഏർപ്പാടാണ്. അവിടെ തെറ്റുപറ്റിയാൽ ആ തെറ്റ് തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം വാങ്ങുമ്പോൾ അത് പറ്റിയില്ല എന്ന് തോന്നിയാൽ വിറ്റിട്ട് വേറെ വാങ്ങാം. ഒരു ചെറിയ നഷ്ടമേ സംഭവിക്കുകയുള്ളൂ. വീട് പണിതപ്പോൾ പോരായെന്ന് തോന്നിയാൽ അതിന്റെ അകത്ത് മെയിന്റനൻസ് നടത്താം, അല്ലെങ്കിൽ വിറ്റിട്ട് വേറെ വീട് വാങ്ങാം. ചെറിയ നഷ്ടങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ വിവാഹം അങ്ങനെയല്ല. അവിടെ ചെറിയ പാളിച്ചകൾ സംഭവിച്ചാൽ പോലും ജീവിതാവസാനം വരെ മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തികമായ നഷ്ടങ്ങളും ഒക്കെ മനുഷ്യനെ പിടികൂടും. അതുകൊണ്ടാണ് തഖയ്യറൂലി നുത്തഫിക്കും, നിങ്ങൾ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നന്നായി ആലോചിക്കണം. ഒരു വാഹനം വാങ്ങുന്ന ലാഘവം പോരാ. ഒരു വീട് വെക്കുന്ന ഒരു ലാഘവത്തിലല്ല ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്. നന്നായി ആലോചിച്ച് ചിന്തിച്ച് ഇണയെക്കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് അതിനുശേഷമേ ഒരു വിവാഹ ജീവിതത്തിന് ഒരാൾ തയ്യാറെടുക്കാൻ പാടുള്ളൂ. അതിൽ വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് വിവാഹ അന്വേഷണം നടത്തുമ്പോൾ ഒരാളുടെ കുറ്റവും കുറവും പറയൽ തെറ്റാണ്. ഗീബത്ത് പറയാൻ പാടില്ല. ഒരാളിലുള്ള കുറ്റങ്ങൾ പറയലാണ് ഗീബത്ത്. അതുപോലും വലിയ തെറ്റാണ്. പക്ഷെ ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയൽ അനുവദിക്കപ്പെട്ട പരിമിതമായ ചില സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് വിവാഹാന്വേഷണം. നമ്മളോട് ഒരാളെക്കുറിച്ച് വിവാഹത്തിന് വേണ്ടി അന്വേഷിച്ചാൽ, എങ്ങനെയുണ്ട് ആ പുതിയാപ്പിള, അവൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ കുറ്റങ്ങൾ മുഴുവനും നമ്മൾ തുറന്നു പറയണം. അത് നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മളത് മറച്ചുവെച്ചാൽ നമുക്കറിയാം ലഹരിക്ക് അടിമയാണ് ആ പയ്യനെന്നറിയാം, ആ പെൺകുട്ടിക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്നറിയാം. പക്ഷെ നമ്മൾ എന്തോ ലക്ഷ്യത്തിന് വേണ്ടി അത് മറച്ചുവെച്ച് ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഒരു ജീവിതത്തെ നമ്മൾ വഞ്ചിക്കുകയാണ്. അതിന് നമ്മൾ കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ മാത്രം പരിമിതമായ ചില സ്ഥലങ്ങളൊരു സ്ഥലമാണ് ഒരാളെക്കുറിച്ച് വിവാഹത്തിന് വേണ്ടി അന്വേഷിച്ചാൽ അയാളിലുള്ള കുറ്റങ്ങൾ മുഴുവനും നമ്മൾ തുറന്നു പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാവുന്നത്, ഇല്ലാത്തത് പറയരുത്. നമുക്കറിയാവുന്നതും നമുക്ക് വ്യക്തമായി അറിയാവുന്നതായ കാര്യങ്ങൾ, കുറ്റങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടും അവർ നടത്തുന്നെങ്കിൽ നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ ഭാഗം ക്ലിയറായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുവദിച്ചത്? ഗീബത്ത് ഗുരുതരമായ തെറ്റായിരിക്കെ തന്നെ ഇത് അനുവദിച്ചത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണ് ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അന്വേഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ ബിന്ത് ഖൈസ് എന്ന് പറയുന്ന സ്ത്രീ നബിയുടെ ഒന്ന് ചോദിച്ച, നബിയെ, എന്നെ 2 പേര് വിവാഹം ആലോചിക്കുന്നുണ്ട്. ഒന്ന് മുആവിയാണ്, മറ്റൊന്ന് അബുൽ ജഹമാണ്. 2 പേരും എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, എന്നോട് വിവാഹം അന്വേഷിച്ചു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാൻ ആരെ സ്വീകരിക്കണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ മുആവിയത്തു ഫസഅലൂകുൻ. നിന്നോട് വിവാഹം ആലോചിച്ച മുആവിയ അവൻ ദരിദ്രനാണ്, അവന്റെ കയ്യിൽ ആ മാല എന്തോ പൈസ ഇല്ല. അപ്പൊ മുആവിയെ നീ ഭർത്താവായി സ്വീകരിച്ചാൽ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവും. അത് പ്രവാചകനറിയാം, ഇത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ സ്ത്രീയോട്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി മറ്റേ ആൾ അബുൽ ജഹമാണ്. അബുൽ ജഹമാണെങ്കിൽ നിസായി, അവൻ സ്ത്രീകളെ നന്നായി അടിക്കുന്നയാളാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ ലാ യളഉൽ അസ അനാതികിഹിന, ഒരിക്കലും പെരടിന്ന് വടി മാറ്റി വെക്കാത്ത ആളാണ്, എപ്പോഴും വടി കയ്യിൽ പിടിച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ അബുൽ ജഹമിനെ നീ ഭർത്താവായി സ്വീകരിച്ചാൽ അടികൊള്ളേണ്ടി വരും ജീവിതത്തിൽ. മുആവിയെ ഭർത്താവായി സ്വീകരിച്ചാൽ മുആവിയ സാമ്പത്തിക പ്രയാസമുള്ള ആളാണ്. അപ്പൊ പ്രവാചകൻ ആ 2 പേരുടെയും കുറവുകൾ പറഞ്ഞു കൊടുക്കണം സ്ത്രീക്ക്. അത് നിർബന്ധമാണ്. അപ്പൊ കൃത്യമായി ഒരു അന്വേഷിച്ചിട്ട് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരാളെ കുറിച്ച് അന്വേഷിച്ചാൽ അയാൾക്ക് മാത്രമേ അറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പയ്യൻ എങ്ങനെയെന്ന് അന്വേഷിച്ചാൽ അവന് മാത്രമേ അവനെ കുറിച്ച് അറിയാവുള്ളൂ. അങ്ങനത്തെ ഒരു ലോകമാണ് ഇപ്പോൾ. വേറെ ആൾക്കും അറിയാൻ കഴിയാത്ത തെറ്റുകൾ അവനിൽ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കണം. ഒരു മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്, അവന്റെ ദൗർഭാഗ്യവും 3 കാര്യങ്ങളാണ്. ഒന്ന് വീടാണ്, മറ്റൊന്ന് ഭാര്യയാണ്, മറ്റൊന്ന് വാഹനമാണ്. ഇത് 3ലുമാണ് സൗഭാഗ്യവും ദൗർഭാഗ്യവും നിലകൊള്ളുന്നത്. വീട് സൗകര്യങ്ങളില്ലെങ്കിൽ ജീവിതം പ്രയാസകരമാണ്. അയൽവാസികൾ മോശമാണെങ്കിൽ പ്രയാസം കൂടുകയും ചെയ്യും. വാഹനം സൗകര്യപ്രദമല്ലെങ്കിൽ യാത്ര സുഖകരമായിരിക്കില്ല. ഭാര്യ മോശമാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മോശമാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കണം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു നിക്കാഹിന് മുമ്പ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെക്കുറിച്ച് നിർബന്ധമായും 3 കാര്യങ്ങൾ അവളിലില്ല എന്ന് ഉറപ്പുവരുത്തണം. എങ്കിലേ ആ നിക്കാഹ് ശരിയാവുകയുള്ളൂ. ഒന്ന്, ഈ സ്ത്രീ, ഞാൻ വിവാഹം ആലോചിക്കുന്ന ഈ സ്ത്രീ ആരുടെയും ഭാര്യ അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു സ്ത്രീക്ക് ഒന്നിലധികം പേരുടെ ഭാര്യയാകാൻ കഴിയില്ല. ബഹുഭർത്തൃത്വം ഇസ്ലാമിലില്ല, ബഹുഭാര്യത്വമേ ഉള്ളൂ. അപ്പൊ ഈ സ്ത്രീ ആരുടെയും ഭാര്യയല്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അത് സംഭവിക്കുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിൽ ശരീഅത്തനുസരിച്ച് ആ പെണ്ണ് ഇസ്ലാമികമായി മോചനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. തലാഖിലൂടെ, ഫസ്ഖിലൂടെ, ഹുൽഇലൂടെ, മുബാറാത്തിലൂടെ, ഇതൊക്കെയാണ് വിവാഹമോചനത്തിന്റെ വഴി. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് നിഷ്കർഷിച്ച രീതിയിൽ ആ പെണ്ണ് വിവാഹമോചനം ചെയ്യപ്പെട്ടവളാണെന്ന് ഉറപ്പുവരുത്താതെ ആ സ്ത്രീയുമായി വിവാഹാലോചിക്കരുത്. എടുത്തു പറയുന്നത്, ഇന്നത്തെ കാലത്ത് ചില കേസുകളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി വിവാഹമോചനം നടത്തപ്പെടാതെ തന്നെ വേറെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ വിവാഹം ശരിയായിട്ടില്ല. കാരണം ഈ പെണ്ണ് വേറൊരാളുടെ ഭാര്യയാണ്. ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റൂല. അപ്പൊ അത് നമ്മൾ ഉറപ്പുവരുത്തണം. ആരെങ്കിലും പറഞ്ഞാൽ പോരാ, അത് കൃത്യമായി ഉറപ്പുവരുത്തണം. 4 രീതിയിൽ ആ സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്, ആരുടെയും ഭാര്യയല്ല എന്ന് ഉറപ്പുവരുത്തലാണ് ഒന്നാമതായിട്ട് വേണ്ടത്. 2ാമതായിട്ട് വേണ്ടത്, ഈ സ്ത്രീയുടെ വിവാഹമോചിതയാണെങ്കിൽ ഇദ്ദ അവസാനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ് വിവാഹമോചനം ചെയ്യപ്പെടുക. ഒന്ന് റജഇയായ ഇദ്ദ, മറ്റൊന്ന് ബായിനായ ഇദ്ദ എന്ന് പറയും. 1 or 2 തലാഖ് ചൊല്ലി ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വേർപ്പെടുത്തിയാൽ അത് റജഇയായ ഇദ്ദയാണ് ആ പെണ്ണിരിക്കുന്നത്. ഇദ്ദ ഇരിക്കണമല്ലോ, ഇദ്ദ ഏതായാലും വേണം. പക്ഷെ ഇദ്ദ 2 വിധമുണ്ട്. റജഇയായ ഇദ്ദ എന്ന് പറഞ്ഞാൽ 1 തലാഖോ 2 തലാഖോ ചൊല്ലി ബന്ധം വേർപ്പെടുത്തപ്പെട്ട പെണ്ണ് ഇരിക്കുന്ന ഇദ്ദയ്ക്ക് റജഇയായ ഇദ്ദ എന്നാണ് പറയുക. റജഇയായ ഇദ്ദ ഇരിക്കുന്ന ഒരു പെണ്ണിനോട് വിവാഹാലോചന നടത്താൻ പാടില്ല. പരസ്യമായിട്ട് വ്യക്തമായ വിവാഹാലോചന നടത്താൻ പാടില്ല. സൂറത്ത് അൽ-ബഖറ 235 ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇദ്ദയിരിക്കുന്ന സ്ത്രീകൾ, റജഇയ ഇദ്ദയിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരോട് സൂചന പറയുക, അല്ലെങ്കിൽ വ്യക്തമായി പറയുക. വ്യക്തമായിട്ട് ഏതായാലും പറയാൻ പാടില്ല, സൂചനയും പറയാൻ പാടില്ല. അവളുടെ ഇദ്ദ കഴിയട്ടെ. കാരണം എന്താ?
ഇദ്ദ കഴിയുന്നതിന് മുമ്പ് അവളുടെ ആദ്യ ഭർത്താവിന് തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം ബാക്കി നിൽക്കെ വേറൊരാൾ അവളെ വിവാഹം ആലോചിക്കരുത്. വിവാഹം ആലോചന സൂചിപ്പിക്കാനും പാടില്ല, വ്യക്തമായി ആലോചിക്കാനും പാടില്ല. കാരണം ഇവരുടെ ഈ 3 പീരീഡ് ഇദ്ദാ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ ഭർത്താവ് ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയായി തീരും. തിരിച്ചെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. അതിന് പള്ളിയിൽ വരണ്ട, ആരും അറിയുകയും വേണ്ട. ഇവൻ തലാക്ക് ചൊല്ലിയ പെണ്ണിനോട് ഞാൻ നിന്നെ എന്റെ ഭാര്യയായി തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കോടുകൂടി പഴയ പോലെ ഇവന്റെ ഭാര്യയായിട്ട് ഇവള് മാറും. 1 തലാക്കോ 2 തലാക്കോ ചൊല്ലിക്കഴിഞ്ഞാൽ ഇദ്ദയുടെ കാവലാതിക്ക് ഉള്ളിലാണെങ്കിൽ. ഇദ്ദ കഴിഞ്ഞു പോയാൽ പോലും ഒരു പുനർവിവാഹം നടത്തിയാൽ മതി. ഒന്നുകൂടി ആദ്യം നടത്തിയതുപോലെ ഒരു മഹർ തീരുമാനിച്ച് വലിയനോടുകൂടി ഒരു നിക്കാഹ് നടത്തിയാൽ വീണ്ടും ഇവന്റെ ഭാര്യയായി. അപ്പൊ റജഈയായ ഇദ്ദയിരിക്കുന്ന ഒരു പെണ്ണിനോട് ഒരിക്കലും മറ്റൊരാൾ വന്നിട്ട് വിവാഹം ആലോചിക്കരുത്. കാരണം ഇവൾ തിരിച്ചെടുക്കാനുള്ള അവസരം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം. ഇനി മറ്റൊരു ഇദ്ദയുണ്ട്, 3 തലാക്കും ചൊല്ലി. 3 തലാക്കും ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി ആ ഭർത്താവിന് ഇവളെ നേർക്കുനേരെ തിരിച്ചെടുക്കാനും കഴിയില്ല, ഇതിന് വിവാഹം ചെയ്യാനും കഴിയില്ല. അതിന് വേറൊരാൾ വിവാഹം കഴിക്കണം. അത് പിന്നീട് വിശദീകരിക്കാൻ സാധിക്കും. അപ്പൊ 3 തലാക്കും ചെല്ലപ്പെട്ട പെണ്ണ് എന്നിട്ട് ഇദ്ദയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അതിന്റെ പേരിൽ ഇദ്ദയിരിക്കുകയാണ്. ഈ പെണ്ണിനെ പരസ്യമായി വിവാഹാലോചന നടത്താൻ പാടില്ല. എന്നാൽ രഹസ്യമായ ആലോചനകൾ എന്ന് പറഞ്ഞാൽ നിനക്ക് സൗന്ദര്യം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പെണ്ണിന് മനസ്സിലാവും എന്നെ കെട്ടാനായൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള വാക്കുകൾ പറയുക. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പരസ്യമായിട്ട് ചോദിക്കരുത്, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയരുത്. സൂചനാവാക്യങ്ങൾ കൂടെ അവളോട് വിവാഹാലോചന നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം അനുസരിച്ച് ഈ പെണ്ണിനോട് 3 തലാഖും ചെല്ലപ്പെട്ടതോ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഇദ്ദയിരിക്കുന്ന പെണ്ണിനോട് വിവാഹാലോചന നടത്തിക്കഴിഞ്ഞാൽ സൂചനാവാക്യങ്ങളിലൂടെ വിവാഹാലോചന നടത്തിയാൽ പോലും ആ ബന്ധം വേർപ്പെടുത്തണമെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഷാഫി ഇമാമിന്റെ അടുക്കലൊന്നും അത് വിഷയമല്ല. ആ സംഭവം തെറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. നിക്കാഹ് പിന്നീട് ശരിയാകും. ഇദ്ദയ്ക്ക് ശേഷം നടന്ന നിക്കാഹ് ശരിയാകും. മാലിക് ഇമാം പറയുന്നത് അല്ല, നിക്കാഹ് പോലും ശരിയല്ല, ആ ബന്ധം വേർപ്പെടുത്തണമെന്നാണ് അഭിപ്രായമുള്ളത്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനോട് വിവാഹാലോചിക്കുന്നത്. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ സ്ത്രീ വിവാഹം ആലോചിക്കുന്ന സ്ത്രീ എനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായവളാണ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ സ്ത്രീകളെയും വിവാഹം കഴിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ത്രീകളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ നിഷിദ്ധമായ വിഭാഗത്തിൽ പെട്ടവളാണോ അല്ല ഈ പെണ്ണെന്ന് ഉറപ്പുവരുത്തണം. സൂറത്തുൻ നിസാഇന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ആരൊക്കെയാണ് വിവാഹം കഴിക്കൽ ഹറാമുള്ളത്. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു വിവാഹം നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങളുടെ ഉമ്മമാർ. 3 രീതിയിലാണ് വിവാഹം നിഷിദ്ധമാവുക. ഒന്ന് കുടുംബ ബന്ധത്തിലൂടെ, മറ്റൊന്ന് വിവാഹ ബന്ധത്തിലൂടെ, മറ്റൊന്ന് മുലകുടി ബന്ധത്തിലൂടെ. ഈ 3 രീതിയിലാണ് വിവാഹം കഴിക്കൽ ഹറാമായി തീരുക. കുടുംബ ബന്ധത്തിലുള്ള വിവാഹം ഹറാമായി തീരുന്നത് 7 സ്ത്രീകളെയാണ്. 7 സ്ത്രീകൾ. ഹുർരിമത് അലൈക്കും, സൂറത്തുൻ നിസാഇന്റെ 23-ാമത്തെ ആയത്ത്, ഹുർരിമത് അലൈക്കും, നിങ്ങളുടെ മേൽ വിവാഹം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ. സ്വന്തം ഉമ്മ, പെറ്റുമ്മയും പോറ്റുമ്മയും വിവാഹം ഹറാമായവരിൽപ്പെട്ടവരാണ്. നമ്മളെ പ്രസവിച്ച ഉമ്മയും, പോറ്റുമ്മ എന്ന് പറഞ്ഞ വാപ്പയുടെ ഭാര്യ, നമ്മുടെ ഉമ്മയല്ല, പക്ഷെ വാപ്പയുടെ ഭാര്യയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അത് നിഷിദ്ധമായിരുന്നില്ല എന്നാണ്. വാപ്പയുടെ ഭാര്യയെ അവർ വിവാഹം കഴിക്കും. വാപ്പ മരിച്ചുപോയാൽ, വാപ്പ മരിച്ചാൽ വാപ്പയുടെ ഭാര്യയെ വിവാഹം കഴിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ തങ്കിഹു മാ നക്കഹ ആബാഉക്കും, നിങ്ങളുടെ വാപ്പമാരെ വിവാഹം കഴിച്ച പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുതെന്ന് മക്കളോട് ഖുർആൻ പറയുന്നുണ്ട്. വാപ്പ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ പെണ്ണ് നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. അവൾക്ക് ആ ഒരു ബഹുമതി കൊടുക്കണം. വാപ്പ മരിച്ചു എന്ന് വിചാരിച്ച് പിന്നെ അവളെ കല്യാണം കഴിക്കരുത്. അപ്പൊ ഒന്നാമത് നിഷിദ്ധമാക്കപ്പെട്ടത് ഉമ്മഹാത്തുക്കും, ഉമ്മമാരാണ്. രണ്ടാമത് ഓ ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ. നമ്മുടെ പെൺമക്കൾ നമുക്ക് വിവാഹം നിഷിദ്ധമാണ്. ഇത് പറയുമ്പോൾ പെൺമക്കൾ നിഷിദ്ധമാണെന്ന് എല്ലാവർക്കും അറിയില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇന്നത് ചിന്തിക്കുമ്പോൾ വിവാഹം നടന്നില്ലെങ്കിലും അവിഹിതമായ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ തന്നെ മദ്ഹബിന്റെ തീരുമാനം, ഷാഫി മദ്ഹബ് അനുസരിച്ച് വ്യഭിചാരത്തിലൂടെ തനിക്ക് ജനിച്ച കുട്ടി, ഒരാൾക്ക് ഭാര്യയിലൂടെ അല്ലാതെ വ്യഭിചാരത്തിലൂടെ ഒരു മകൾ ജനിച്ചു എന്നിരിക്കട്ടെ, ഷാഫി മദ്ഹബിൽ ആ മകളെ വിവാഹം കഴിക്കാം. ബാക്കി 3 മദ്ഹബിലും പാടില്ല. നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലായെന്ന് എനിക്കറിയില്ല. വ്യഭിചാരത്തിലൂടെ തനിക്ക് ജനിച്ച മകളെ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിക്കാം.
കാരണം ആ കുട്ടിയുടെ പിതാവല്ല ഇവന് ജനിച്ച മകളാണ്. പക്ഷെ ജനിച്ചത് അവിഹിതമായിട്ടാണ്. അവിഹിത ബന്ധത്തിന് ഇസ്ലാമിൽ യാതൊരു പവിത്രതയുമില്ല. അതുകൊണ്ട് അവിഹിത ബന്ധത്തിലൂടെ ജനിച്ച ഈ മകളെ ഇവന് വിവാഹം കഴിക്കാൻ അനുവദനീയമാണ് ഷാഫി മദ്ഹബ്. അതാണ് ഷാഫി മദ്ഹബിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് മകളെ വിവാഹം കഴിക്കൽ ഷാഫി മദ്ഹബ് അനുവദനീയമാക്കുന്നു എന്നുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ടത് വ്യഭിചാരത്തിന്റെ ആ ഗൗരവമാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. സ്വന്തം മകളാണെങ്കിൽ പോലും അവിഹിത ഗർഭത്തിലൂടെ ജനിച്ചതാണെങ്കിൽ ഒരു പവിത്രതയും ദീനുൽ ഇസ്ലാം നൽകുന്നില്ല. വിവാഹം കഴിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഉമ്മമാര്, പെൺമക്കള്, പിന്നെ ഉമ്മഹാത്തുക്കും ബനാത്തുക്കും, രണ്ടാമത്തത് പെൺമക്കൾ, മൂന്നാമത്തത് അഖവാത്തുക്കും നിങ്ങളുടെ സഹോദരിമാർ. സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല. നാലാമത്തത് സഹോദരി എന്ന് പറയുമ്പോൾ 3 രീതിയിൽ സഹോദരി ഉണ്ടാകാം. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരി, വാപ്പ മാത്രം ഒത്ത സഹോദരി, ഉമ്മ മാത്രം ഒത്ത സഹോദരി. ഇങ്ങനെ 3 രീതിയിലും പറയാം. 3 സഹോദരിമാരും വിവാഹബന്ധം നിഷിദ്ധമാണ്. മനസ്സിലായില്ല? നാലാമത്തത് അമ്മാത്തുക്കും നിങ്ങളുടെ പിതൃ സഹോദരിമാർ, വാപ്പയുടെ സഹോദരിമാർ, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അഞ്ചാമത്തത് ഹാലാത്തുക്കും നിങ്ങളുടെ മാതൃ സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠാനിത്യമാർ, എളീമ മൂത്തുമാർ, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഓ ബനാത്തുൽ അഖി സഹോദരന്റെ മക്കൾ, നിങ്ങളുടെ സഹോദരന്റെ പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ഓ ബനാത്തുൽ ഉഖ്തി സഹോദരിമാരുടെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ 7 പെണ്ണുങ്ങളാണ് കുടുംബ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മുലകുടി ബന്ധം, രണ്ടാമതൊരു ബന്ധമാണ് മുലകുടി ബന്ധം. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 2 വയസ്സിന് മുമ്പ് 5 പ്രാവശ്യം ഒരു പെണ്ണ് മുല കൊടുത്താൽ, അന്യന്റെ ഒരു കുട്ടിക്ക് 5 പ്രാവശ്യം 2 വയസ്സിന് മുമ്പ് 5 പ്രാവശ്യം മുല കൊടുത്താൽ ആ കുട്ടി ഈ പെണ്ണിന്റെ മകനായിത്തീരും. മുലകുടി ബന്ധത്തിലുള്ള മകനാണ് ഈ പെണ്ണ്. ആ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയുമാണ്. ഇതാണ് മുലകുടി ബന്ധം. മുലകുടി ബന്ധത്തിലൂടെ, ഈ കുടുംബ ബന്ധത്തിലൂടെ ഹറാമായ ആളുകളെല്ലാം മുലകുടി ബന്ധത്തിലൂടെയും വിവാഹം ഹറാമാണ്. അപ്പൊ മുലകുടി ബന്ധത്തിലൂടെ അവന്റെ സഹോദരി, ആ പെണ്ണിന് വേറെ പെൺമക്കൾ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ സഹോദരിയാണ് വിവാഹം പാടില്ല. ഈ പെണ്ണിന്റെ ജ്യേഷ്ഠാനിത്യമാര് പാടില്ല, കാരണം അവന്റെ എളീമ മൂത്തുമ്മമാരാണ്. ഇങ്ങനെ ഈ ബന്ധങ്ങളെല്ലാം അവിടെയും വരും. അത് നമ്മുടെ നാട്ടിൽ സാധാരണ നടപ്പിലില്ലാത്തതുകൊണ്ട് നമ്മളത് കൂടുതൽ ചിന്തിക്കേണ്ട. മൂന്നാമത്തത് വിവാഹബന്ധമാണ്. വിവാഹബന്ധത്തിലൂടെ 4 വിഭാഗം ആളുകൾ ഹറാമാണ്, വിവാഹം കഴിക്കൽ ഹറാമാണ്. ഒന്ന്, വാപ്പയുടെ ഭാര്യ. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതാണ്. വാപ്പയുടെ ഭാര്യ, ഉമ്മയല്ലാത്ത വേറൊരു ഭാര്യ വാപ്പയ്ക്കുണ്ടെങ്കിൽ വാപ്പ മരിച്ചാൽ പോലും ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. 2, മകന്റെ ഭാര്യ. മകൻ മരിച്ചാലും മകന്റെ ഭാര്യ വിവാഹം കഴിക്കാൻ പാടില്ല. ഭാര്യയുടെ ഉമ്മ. ഭാര്യയുടെ ഉമ്മ നമുക്ക്, ഭാര്യയെ വിവാഹം കഴിച്ചതോടുകൂടി ഭാര്യയുടെ ഉമ്മ നമുക്ക് കാലാകാലത്തേക്ക് നിഷിദ്ധമാണ്. ഭാര്യയുടെ ഉമ്മ വിവാഹം കഴിക്കാൻ പാടില്ല. നാലാമത്തത് ഭാര്യയുടെ മകൾ. ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ച പെണ്ണിന് ആദ്യത്തെ വിവാഹത്തിലൊരു പെൺകുട്ടിയുണ്ട്. നമ്മുടേതല്ല, ഭാര്യയുടെ മകളാണ്, നമ്മുടെ മകളല്ല. ഈ മകളെ നമുക്ക് വിവാഹം കഴിക്കൽ ഹറാമാകുന്ന രൂപമുണ്ട്, ഹറാമാകാത്ത രൂപമുണ്ട്. നമ്മുടെ ഭാര്യയുമായി ദാമ്പത്യബന്ധം പുലർത്തി കഴിഞ്ഞാൽ പിന്നെ ആ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ദാമ്പത്യബന്ധം പുലർത്തിയില്ലെങ്കിൽ ആ മകളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇങ്ങനെ 4 പേരാണ് വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവള് എന്താന്ന് പറഞ്ഞ ആദ്യം വേറൊരാളുടെ ഭാര്യയല്ല എന്ന് ഉറപ്പുവരുത്തണം. 2, ആ സ്ത്രീ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 3, ആ സ്ത്രീ നമുക്ക് വിവാഹം അനുവദിക്കപ്പെട്ടവളാണ് എന്ന് ഉറപ്പുവരുത്തണം. അതായത് കുടുംബ ബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ മുലകുടി ബന്ധത്തിലൂടെയോ പടച്ച തമ്പുരാൻ നമുക്ക് നിഷിദ്ധമാക്കിയ സ്ത്രീയല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് 3 കാര്യങ്ങൾ, നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഒരു 3 കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. 1, സാനിയത്തായ സ്ത്രീയെ, വ്യഭിചാരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്. തെറ്റില്ല, പക്ഷെ അത് നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർസദ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അനാക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി സ്നേഹത്തിലായിരുന്നു ജാഹിലിയത്തിൽ. മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം ചോദിച്ചു, എനിക്ക് അനാക്കയുമായി പ്രണയമുണ്ടായിരുന്നു, ഞാനിപ്പോൾ അവളെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകനൊന്നും മിണ്ടിയില്ല. രണ്ടാമതും ചോദിച്ചു, മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു,
വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങളെ, വ്യഭിചരിക്കുന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കുകയുള്ളൂ, അത് മോമിനിന് പറ്റിയതല്ല എന്ന് പറയുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, വേറൊരാളെ വിവാഹം കഴിച്ചൊരു പെണ്ണ്, പക്ഷെ ഇത് തൗബ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു തൗബ ചെയ്ത് നന്നായാൽ പിന്നെ അവരുമായുള്ള വിവാഹത്തിന് കുഴപ്പമില്ല എന്ന്. വിവാഹം ശരിയാണ്, പക്ഷെ വിവാഹം നല്ലതല്ല. രണ്ടാമത്തത്, വേറൊരാളെ വിവാഹം ആലോചിച്ചൊരു സ്ത്രീ, ആ സ്ത്രീ അതിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ്, മറുപടി അവർ തമ്മിൽ വിവാഹബന്ധത്തിന് സമ്മതിച്ചിട്ടുണ്ട്, ആ ഒരു അവസ്ഥയിൽ പിന്നെ ആ സ്ത്രീയെ നമ്മൾ വിവാഹം ആലോചിക്കരുത്. ഒരാളുമായി വിവാഹം ആലോചിച്ചൊരു ധാരണയിലെത്തി, വാക്കു പറഞ്ഞു അല്ലെങ്കിൽ നിശ്ചയിച്ചു എന്നൊക്കെ പറയില്ലേ, ആ സ്ത്രീ അതിന് സമ്മതം കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വലിയ ഓഫറുകൾ കൊടുത്തിട്ട് ആ സ്ത്രീ വിവാഹം ആലോചിക്കാൻ ചെല്ലരുത്. വിശ്വാസം പറയുന്നത് അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യബിഉ ബഅദുക്കും അലാ ബൈഇ ബഅദ്, ഒരാൾ കച്ചവടം ഉറപ്പിച്ച സാധനം വേറൊരാൾ കച്ചവടം ചെയ്യരുത്. ഒരാൾ കച്ചവടം ഉറപ്പിച്ചു വെച്ചൊരു സാധനം ഞാൻ കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാതെ ചെയ്യരുത്. വലാ യഖ്തുബു ബഅദുക്കും അലാ ഖിത്ബത്തി അഖിഹി, തന്റെ സഹോദരന് കല്യാണം ആലോചിച്ച പെണ്ണിനെ നീ കയറി കല്യാണം ആലോചിക്കരുത്. ഒന്നിരിക്കല്ല അവള് വേണ്ടാന്ന് പറഞ്ഞു, അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, ഗർഭിണിയായ സ്ത്രീ വിവാഹം കഴിക്കുക. ആ വിവാഹം ശരിയാണ്. ഇമാം മാലിക്കിമാമിന്റെ അഭിപ്രായത്തിൽ മാത്രമാണ് വിവാഹം ശരിയല്ല എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ആ നിക്കാഹ് ശരിയാണ്. പക്ഷെ ഹനഫി മദ്ഹബ് അനുസരിച്ച് അവളുടെ പ്രസവം വരെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടരുത്. കാരണം ഒരു കുട്ടി വയറ്റിലുണ്ട്, ഈ കുട്ടിക്കൊരു പിതാവുണ്ടാകണമല്ലോ. അപ്പൊ ഇവനും കൂടി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടിയുടെ പിതൃത്വം കൃത്യമായി നിശ്ചയിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ സ്ത്രീ പ്രസവിക്കുന്നവരെയുള്ള ദാമ്പത്യ ബന്ധം നിഷിദ്ധമാണ്, വിവാഹം ശരിയാണ്. ഷാഫി മദ്ഹബിലും വിവാഹം ശരിയാണെങ്കിലും അവരുമായുള്ള ദാമ്പത്യ ബന്ധം പ്രസവം വരെ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും നല്ലതുമാണ് എന്നാണ് ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ ഒരു പുതിയാപ്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഒരു കല്യാണത്തിലേക്ക്, ഒരു കല്യാണ ആലോചനയ്ക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കടക്കാം. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.